പ്രതികാരത്തിൻ്റെ പേരിൽ തുടങ്ങുന്ന കഥകൾക്ക് ചിലപ്പോൾ ചരിത്രം മറ്റൊരവസാനം എഴുതും. ആരും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ക്ലൈമാക്സ്. നേർക്കുന്നത് നിൽക്കുന്നത് രണ്ട് രാജ്യങ്ങൾ മാത്രമല്ല, രണ്ട് തലമുറകൾ കൂടിയാണ്. എ ജനറേഷൻ കൊളാപ്സ്. ഒരു വശത്ത് ലോക ഫുട്ബോളിൽ അടുത്ത ദശാബ്ദത്തിൻ്റെ മുഖമായി വിശേഷിപ്പിക്കപ്പെടുന്ന 18-കാരൻ, മറുവശത്താകട്ടെ 41-ാം വയസ്സിലും സ്വന്തം പേരിനെ കിരീടങ്ങളാൽ അളക്കാൻ പഠിപ്പിച്ച ക്രിസ്ത്യാനോ റൊണാൾഡോ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇതേ സ്പെയിനിൽ നടന്ന നാഷണൽ ലീഗ് പോരാട്ടത്തിന് മുമ്പ് പലരും വിധി എഴുതി കഴിഞ്ഞതായിരുന്നു. സ്പെയിനാണ് കിരീടം, യമാലിൻ്റെ രാത്രിയാണ് റൊണാൾഡോയുടെ അവസാന അധ്യായവും. അങ്ങനെയായിരുന്നു പ്രവചനങ്ങളുടെ ഭാഷ. പക്ഷേ ഫുട്ബോൾ പ്രവചനങ്ങൾക്ക് വേണ്ടി എഴുതപ്പെടുന്ന കളിയേയല്ല. അത് ഒരിക്കൽ കൂടി തന്നെ എഴുതി തള്ളിയവരുടെ മുന്നിൽ അൽ നാസറിനിൽ കിരീടമുയർത്തിയാൽ തെളിയിച്ചതാണ്. അയാൾ അങ്ങനെ കൈകളിൽ കിരീടമുയർത്തി നിൽക്കുന്ന കാഴ്ച ചത്തുലഞ്ഞ മനസ്സോടെയാണ് യമാലും റൊണോ വിരോധികളും അന്ന് കണ്ടുനിന്നത്. ആ കാഴ്ച കണ്ടപ്പോൾ യമാലിന് അന്ന് മനസ്സിലായി കാണും, ഞാൻ കണ്ടതും കേട്ടതുമൊന്നുമല്ല അയാളെന്ന സത്യമെന്ന്. ഇന്നോളം താൻ കേട്ടറിഞ്ഞതിനെ നേരിൽ കണ്ടപ്പോൾ മത്സരത്തിൽ ഭയം കൊണ്ട് കാലിടറിയ നിമിഷങ്ങൾ അതിന് ഒത്ത സാക്ഷിയാണ്. ഇപ്പോൾ വീണ്ടും അതേ എതിരാളികൾ, പക്ഷേ സാഹചര്യം പഴയതൊന്നുമല്ല. യമാലിന്ന് കൂടുതൽ പക്വനാണ്. പന്ത് കാലിലെത്തുമ്പോഴെല്ലാം അവൻ അന്വേഷിക്കുന്നത് മനോഹരമായ ഡ്രിബിളുകൾ മാത്രമല്ല, മത്സരത്തിൻ്റെ വിധിയും ഗതിയും മാറ്റുന്ന തീരുമാനങ്ങളാണ്. വലിയ മത്സരങ്ങളുടെ സമ്മർദ്ദമൊന്നും അവൻ്റെ മുഖത്ത് കാണാനേയില്ല. അതാണ് അവൻ്റെ ഏറ്റവും വലിയ വളർച്ച. ഓരോ കളിക്ക് മുന്നും തൻ്റെ വാക്കുകൾ കൊണ്ടവൻ അത് പറഞ്ഞു വയ്ക്കുന്നുമുണ്ട്. എൻ്റെ മനസ്സിൽ പണ്ടെപ്പോഴോ മാഞ്ചസ്റ്ററിൽ ഒരാളുണ്ടായിരുന്നുവെന്ന് തോന്നിപ്പോകാറുണ്ട്. സ്പെയിനും ഇന്ന് കൂടുതൽ ഏകോപതിരാണ്. ഓരോ സ്ഥലത്തും നിലവാരം തെളിയിച്ച താരങ്ങൾ. പന്തിൻ്റെ നിയന്ത്രണം, മുന്നേറ്റത്തിൻ്റെ വേഗം, അവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള കൃത്യത, കഴിവുകൾ ഇവയൊക്കെ ചേർന്നാൽ അവർ ഇന്ന് ഏത് പ്രതിരോധത്തെയും പരീക്ഷിക്കാൻ കഴിയുന്ന സംഘമാണ് എന്ന് ഈ വേൾഡ് കപ്പിൽ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ മറുവശത്തുള്ള പോർച്ചുഗലിനെ കണക്കുകൾ കൊണ്ട് മാത്രം അളക്കുന്നത് അപകടം തന്നെയാണ്. വലിയ ബിഗ് നെയിമുകളുണ്ടെങ്കിൽ പോലും കളിയില്ലാത്തൊരു സിസ്റ്റം തന്നെയാണവർ. എന്നിട്ടും പഴിയെല്ലാം അയാളുടെ മുകളിലാണ്. വയസ്സൊരു പക്ഷേ ആ കാലുകളിലെ വേഗത കുറച്ചിട്ടുണ്ട്. പക്ഷേ മത്സരങ്ങളെ റീഡ് ചെയ്യാനുള്ള ബുദ്ധി, ശരിയായ നിമിഷത്തിൽ ശരിയായ സ്ഥാനത്തെത്താനുള്ള ശീലം, ജയിക്കണമെന്നടങ്ങാത്ത ആഗ്രഹം, ഇവയിലൊന്നും കാലം ഇതുവരെയും അങ്ങേൽപ്പിച്ചിട്ടില്ല. ഇന്നും ഓരോ മത്സരത്തെയും വ്യക്തിപരമായ വെല്ലുവിളികളായി കാണുന്ന മെൻറ്റാലിറ്റി അവസാനിച്ചിട്ടില്ല എന്ന് സാരം. എങ്കിലും ഇന്നത്തെ പോർച്ചുഗൽ ഒരു താരത്തെ മാത്രം ആശ്രയിച്ചിട്ടുള്ള ഒരു ടീമല്ല. മധ്യനിരയിൽ നിയന്ത്രണം നൽകുന്ന താരങ്ങളുണ്ട്, പ്രതിരോധത്തിൽ ആത്മവിശ്വാസമുള്ള താരങ്ങളുണ്ട്, ആക്രമണങ്ങൾ പല വഴികളിലൂടെ അവസരങ്ങൾ കണ്ടെത്തുന്ന സ്വഭാവം. ഇതെല്ലാം അവർ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ കഥ തന്നെ മാറിപ്പോകും. അതുകൊണ്ടാണ് ഈ മത്സരം യമാൽ വേഴ്സസ് റൊണാൾഡോ എന്ന തലക്കെട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കാത്തത്. സ്പെയിൻ മുന്നിൽ ഒരു കൂട്ടം ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കുന്നുണ്ട്. കാരണം ഒരിക്കലവർ വീണുപോയതാണ്. അന്നും ഇന്നും അതേ സ്പെയിൻ തന്നെയാണവർ. എന്നിട്ടും വീണുപോയത് ജീവിതം മുഴുവൻ പ്രതികാര കഥകളെ വിജയകഥകളാക്കി മാറ്റിയ ആ അമാനുഷികൻ്റെ മുന്നിൽ മാത്രമാണ്. അതൊരിക്കൽ കൂടി സംഭവിക്കാം. കാരണം അയാൾക്ക് പേര് റൊണാൾഡോ എന്നാണ്. അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിച്ചു തീർത്തവരുടെ പിൻതലമുറക്കാർ തന്നെയാണ് നിങ്ങൾ. കേട്ടതുമൊന്നും മിത്തല്ലായിരുന്നുവെന്ന് ഈ ജനറേഷനും അനുഭവിച്ചറിഞ്ഞതാണ്. യമാലിനൊരു പക്ഷേ ഈ ഒരു മത്സരം നാഷണൽ ലീഗിലെ തോൽവിക്ക് മറുപടി പറയാനുള്ള അവസരം തന്നെയാണ്. ലോകത്തോട് ആ രാത്രി ഒരു അപവാദമായിരുന്നുവെന്ന് തെളിയിക്കാനുള്ള അവസാന ഏകവേദിയും. എന്നാൽ എല്ലാം മുൻകൂട്ടി ഉറപ്പിച്ചു നിൽക്കുമ്പോൾ അപ്പുറം നിൽക്കുന്ന ജനസ് വേറെയാണ് എന്ന് വിസ്മരിക്കാതിരുന്നാൽ നിങ്ങൾക്ക് നന്ന്. കാരണം കഠിനാധ്വാനം കൊണ്ട് റൊണോയ്ക്ക് മാത്രം കനിഞ്ഞനുവദിച്ച് കിട്ടിയ ഒരു വരദാനമുണ്ട്: വെല്ലുവിളികളെ മുച്ചോട് മുടിപ്പിക്കാനുള്ള ശേഷി. സദാ മുൻവിധികൾ തിരുത്തുന്ന ബ്ലഡ് ടോൺ കൂടിയാണത്. ഇനി മതി, അവസാനിപ്പിച്ച് മടങ്ങാൻ നോക്ക് എന്ന് പലവട്ടം പറഞ്ഞവരോട് ഇനിയും ഞാൻ ബാക്കിയുണ്ട് എന്ന് മാത്രം പറയാൻ ശീലിച്ചവൻ. അതാണ് ഈ പോരാട്ടത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യമായി മാറാൻ പോകുന്നത്.
ഇവിടെ വയസ്സ് വെറുമൊരു സംഖ്യ മാത്രമാണ്, യൗവനവും വാർദ്ധക്യവും. പക്ഷേ ഫലം തീരുമാനിക്കുന്നത് ഇവ രണ്ടുമല്ല. ഒരു നിമിഷത്തെ തീരുമാനം, ഒരു പാസ്, ഒരോട്ടം, ഒരു ഫിനിഷിംഗ്, അല്ലെങ്കിൽ ഒരു പ്രതിരോധം, അത്രമാത്രം. ഇന്നും ആകാശത്തിലൊരു മലക്കമർച്ചൽ കൊണ്ടും ഉയർന്നു പൊങ്ങിയ ഹെഡർ കൊണ്ടും തീർക്കാൻ അയാളിൽ കരുത്ത് അവശേഷിക്കുന്നുണ്ട് എന്ന് മാത്രം സ്പെയിൻ മറക്കാതിരിക്കുക. നാളെ യമാൽ ഒരുപക്ഷെ റൊണോയെ തീർത്ത് പ്രതികാരം പൂർത്തിയാക്കിയാൽ ലോകം അവനെ വാഴ്ത്തും. എന്നാൽ ഒരിക്കൽ കൂടി കിരീടങ്ങളോട് സംസാരിക്കാൻ റൊണാൾഡോയ്ക്ക് പ്രത്യേക ഭാഷയുണ്ടെന്ന് ലോകം വീണ്ടും ദർശിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസാന വരി? ഇതിൻ്റെ ഉത്തരം ആരുടെയും വാക്കുകളിലല്ല. അത് വീണ്ടും എഴുതപ്പെടുക ഡലസിൻ്റെ 90 മിനിറ്റുകളുടെ അവസാനം മാത്രമായിരിക്കും. അതുവരെ ഇതൊരു മത്സരം മാത്രമല്ല, കാലത്തിൻ്റെ രണ്ടറ്റങ്ങൾ പരസ്പരം നോക്കി നിൽക്കുന്ന അപൂർവമായൊരു അധ്യായമാണ്. ഭയവും ആത്മവിശ്വാസവും നിരന്തരം തലച്ചോറിനെ കാർന്നു തിന്നുന്ന സമയം. എന്നാൽ ഇന്നോളം അതിൽ വാഴുന്നവരാണ് റൊണാൾഡോ. തീരാൻ അയാൾക്ക് മനസ്സില്ലാത്തോടത്തോളം കാലം അയാൾ തുടരും.